മണ്ണായഴിയും കുഴിയിൽ മണ്ണാൽ മനയപ്പെട്ട നൽമേനി മണ്ണായഴിയും കുഴിയിൽ ശ്വാസം നിൽക്കുമ്പോൾ ആത്മാവോ തന്നെ വാസം തേടിപ്പോം വേഗം ശ്വാസം നിൽക്കുമ്പോൾ ആത്മാവോ തന്റെ വാസം തേടിപ്പോം വേഗം ഒരിക്കലേവനും മരിക്കും നിർണയം ഓരുന്നെല്ലാവരും ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ ഒന്നും നാമിഹി കൊണ്ടുവന്നില്ല ഒന്നും കൂടാതെ പോകും ഒന്നും നാമിഹി കൊണ്ടുവന്നില്ല ഒന്നും കൂടാതെ പോകും സമ്പാദിച്ചതു പിന്നിൽ തള്ളണം നമ്പി കൂടല്ലോ ലോകം സമ്പാദിച്ചതു പിന്നിൽ തള്ളണം നമ്പി കൂടല്ലോ. എന്താണ് ചെയ്യേണ്ടത്? ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും മറ്റുള്ളവരോട് പറഞ്ഞ് ചെയ്യിക്കുവാനും ഒരാൾ മാത്രമേ ഈ സ്ഥലത്തുണ്ടായിരുന്നു, വേറെ ആരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ബേബിച്ചായൻ. പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലൊരു അഭിപ്രായം തോന്നി. റോഡ് സൈഡിലുള്ള ഒരു കട, അതിന്റെ മുറികളെല്ലാം മാറ്റി ഭിത്തികൾ പൊളിച്ച് അത് പെട്ടെന്ന് പള്ളിയാക്കി മാറ്റുക, അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും കർഷാനുഭവത്തെ ശുശ്രൂഷകൾ നടത്തുകയും ചെയ്തുകൊണ്ട് ജനത്തെ കൂട്ടുനിർത്തണം എന്ന് ആഗ്രഹിച്ചു. പുണ്യശ്ലോകനായ ഭാഗ്യസ്മരണാർഹനായ കുര്യാക്കോസ് മാർ കൂറിലോസിന്റെ വിവരം അറിയിക്കുകയും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ഒന്നിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പോലെ ആ പകരം ഒരു പ്രതിരൂപമായി തട്ട സെന്റ് മേരീസ് പള്ളിക്ക് ഒരു നായകനായി ബേബിച്ചായൻ എത്തിച്ചേരുകയും അതിന്റെ ഫലമായി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതിനെല്ലാം മുന്നിൽ നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച ദേഹം ബഹുമാനപ്പെട്ട ബേബിച്ചായൻ ആകുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോൾ യാതൊരു വിധമായ സൗകര്യങ്ങളുമില്ല. എന്റെ കൂടെ വന്ന് പള്ളിയിൽ വന്ന് കൂട്ടിക്കൊണ്ടുവരികയും ഇവിടെ വന്ന് താമസിക്കുകയും എന്തെല്ലാം സഹായങ്ങൾ വേണോ അതെല്ലാം ചെയ്തു തന്ന് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തി. ഇതിന്റെ ഫലമായി മക്കളൊക്കെയും വെളിയിൽ അമേരിക്കയിലൊക്കെ ജോലിയാകുന്നതിനും ഒന്നിലധികം പ്രാവശ്യം പല പ്രാവശ്യം പോവുകയും വരികയും എവിടെയായിരുന്നാൽ പോലും ചിന്ത ഒന്നേ ഉള്ളൂ. ആ കൊച്ചുമക്കൾ പറഞ്ഞതുപോലെ കീഴുകുഴി പള്ളി, തട്ടപ്പള്ളിയുടെ അഭിവൃദ്ധി, അതിന്റെ ഭംഗിയായ നടത്തിപ്പ്, ഈ കാര്യങ്ങളായിരുന്നു എപ്പോഴും ചിന്ത. അവധിക്ക് വരുമ്പോഴൊക്കെ കാണുമ്പോഴെല്ലാം പള്ളിയുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന ചിന്ത മാത്രമായിരുന്നു, ചോദ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വാത്സല്യമുള്ളവരെ, ഇത്രയും ആത്മാർത്ഥമായി സഭയ്ക്ക് വേണ്ടി, ഈ ഇടവയ്ക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം ദാവീദ് നമ്മളെ ഓർപ്പിക്കുന്ന പോലെ ഞാൻ എൻ്റെ വാർദ്ധക്യം കൊണ്ട് ദൈവത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ വാർദ്ധക്യത്തിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതായ ഒരവസരം ലഭിച്ചു. ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ അകമഴിഞ്ഞ അനുഗ്രഹം കൊണ്ടാണ്, തുറന്ന മനസ്സോടുകൂടി ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ
അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലം ആണ് എന്ന് പറയുന്നതിൽ ഒട്ടും മടിക്കേണ്ടതില്ല. അങ്ങനെ നല്ല പോർ പെരുത് നല്ല പ്രവൃത്തികൾ ചെയ്ത് ഉയർന്ന ഉന്നതമായ ഒരു കിരീടത്തിന് അവകാശിയായി നമ്മുടെ മുൻപിൽ നിന്നും ഇന്ന് മറയപ്പെടുന്ന ഇദ്ദേഹം ശരീരം മാത്രമേ മറയപ്പെടുന്നുള്ളൂ എന്നുകൂടി ഓർക്കേണ്ടതാണ്. മരണം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഈ ശരീരം മാത്രമേ ഇന്ന് നമ്മിൽ നിന്ന് മാറുന്നുള്ളൂ. ആത്മാവ് അതിനെ തന്നവന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. കർത്താവ് യേശു മിശിഹ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരെ കൂടെ കാണുകയും അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ നേരമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ആത്മാവ് നമ്മിൽ നിന്ന് മാറിയെങ്കിലും 40 ദിവസം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. പിന്നീട് ഏതിന്റെ ആത്മാക്കളുടെ വിശ്രമ കേന്ദ്രമായ ഏതിന്റെ പരദേശിയിലേക്ക് എത്തും. അവിടെ സന്തോഷമായി ആയി കഴിയുന്ന ഒരനുഭവമാണ് നാം കാണേണ്ടത്. നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും. മേൽപ്പെട്ട വിവരങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായ ഞങ്ങളും നിന്നെ സ്തുതിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും. എന്നാൽ ദൈവചായൻ എന്നൊരു വാക്ക് മാറ്റിക്കൊണ്ടാണ് ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ബലഹീനരും പാപികളുമായ ഞങ്ങൾ മേൽപ്പെട്ട വിവരങ്ങളിൽ ആകാശത്തുള്ള മാലാഖമാരെ പോലെ എന്ന് പറയുന്നതിന് പകരം അവരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് ഉള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്ന് ഓർക്കണം. കൊച്ചുമക്കൾ ഇവിടെ പറയുകയുണ്ടായി, എവിടെ പോയാലും പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിച്ചു എന്നെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, കാണിച്ചു തന്നു എന്ന്. അതുപോലെ ഉയരത്തിൽ ഇരുന്നുകൊണ്ട് ഇനിയും നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഏറ്റവും മഹിമയേറിയ ഒരു സ്ഥാനത്തേക്കാണ് പോകുന്നതെന്ന് കണ്ട് അതിൽ ആശ്വാസം കണ്ടെത്താനും അദ്ദേഹം അവിടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം അദ്ദേഹത്തെ ഓർക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, ഞങ്ങളൊക്കെ ഒരുപാട് പണ്ട് പഠിച്ച അന്ന് ഈ വാർത്താവിനിമയ സൗകര്യങ്ങളും ഒന്നുമില്ല. എന്റെ കൂടെ പഠിച്ചവരോ പഠിപ്പിച്ചവരോ ഒക്കെ ഇപ്പൊ ആരുണ്ട് എവിടെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. എന്നാൽ ഇന്നുള്ള പിള്ളേരൊക്കെ ചോദിച്ചാൽ അവരുടെ കൂടെ പഠിച്ചവരെ കൂടെ ജോലികൾ എവിടെയല്ല നപ്പെടുക്കാം, അപ് ടു ഡേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് പറയാൻ കഴിയും. കാരണം അവർക്കൊക്കെ വാർത്താ മാധ്യമങ്ങളുണ്ട്, ബന്ധപ്പെട്ട് മത്സര്യമുള്ളവര്. ഞാനിത് ഓർപ്പിച്ചത് ഈ അപ്പച്ചനെ നമ്മൾ ഓർക്കുമ്പോൾ അപ്പച്ചൻ നമ്മളെയും ഓർക്കും. മറന്നുപോയാൽ തിരിച്ചും മറന്നു പോകും. അതുകൊണ്ട് എല്ലാ ദിവസവും അദ്ദേഹത്തെ ഓർക്കുവാൻ, അദ്ദേഹത്തിന് അറിയപ്പെടുവാൻ ശ്രദ്ധിക്കണമെന്നും ഇന്നതുപോലെ എന്നും നിലനിർത്തുവാൻ തക്കവണ്ണം പ്രാർത്ഥനയിൽ ഓർക്കണമെന്നും നിങ്ങളുടെ സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. ഇന്ന് ഇദ്ദേഹം മൗനമായ ഇവിടെ കിടക്കുകയാണ്. മൗനമായ ഭാഷയിൽ നമ്മളോട് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ ഓർപ്പിക്കാം. ധാരാളം കാര്യങ്ങൾ പറയുന്നെല്ലാം പ്രാർത്ഥനാ ഭാഗങ്ങളിൽ കൂടി നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനോട് പറയാനുണ്ട്. അതും പ്രാർത്ഥനാ ഭാഗങ്ങളിൽ കൂടി നാം കേൾക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ അപ്പച്ചൻ ഇന്ന് മൗനമായ ഭാഷയിൽ നമ്മളോട് പറയുന്നു, പ്രാർത്ഥനയിൽ എന്നെ ഓർപ്പീൻ, എന്നെ മറന്നിടാൻ ഇടയാകരുതേ. മക്കളോടും കൊച്ചുമക്കളോടും നമ്മൾ എല്ലാവരോടുമാണ് പറയുന്നത്, ഇത്ര നാളും നിങ്ങൾ എന്നെ സ്നേഹിച്ചു. ഇന്ന് തട്ട ഇരുവഴി സെന്റേരിയസ് സെമിത്തേരിയിൽ കൊണ്ട് സംസ്കരിക്കുന്നതോടൊപ്പം എന്നോടുള്ള സ്നേഹം നിർത്തിക്കളയരുതേ എന്ന് പറയുന്നത്. ഒന്നും ചോദിക്കുന്നില്ല, ആഹാരമോ വസ്ത്രമോ മരുന്നോ ഒന്നും ചോദിക്കുന്നില്ല, ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. പ്രാർത്ഥനയിൽ എന്നെ ഓർപ്പീൻ, എന്നെ മറന്നിടാൻ ഇടയാകരുതേ. ഇത് നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ എന്ന് നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് എന്റെ സ്വന്തം നിലയിലും എനിക്ക് ശേഷം ഇവിടെ വികാരിമാരായി അസിസ്റ്റന്റ് വികാരിമാരായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള എല്ലാവരുടെയും നാമത്തിൽ ഈ പ്രിയപ്പെട്ട പിതാവിന്റെ ദേഹവിയോഗത്തിൽ അനുശോചനം അറിയിക്കുകയും ദുഃഖിക്കുന്നവരോട് ചേർന്ന് ഞങ്ങളുടെ ദുഃഖം അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഈ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട കന്യകമാരുടെ കൂട്ടത്തിൽ ഈ പിതാവിനെയും ആക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനം.
അലിവിൻ്റെ പുഴയൊഴുകും ദൈവം. മാറോടു ചേർക്കുന്ന ദൈവം, മാറോടു ചേർക്കുന്ന ദൈവം. മനുജന്റെ കണ്ണുകൾ നിറയവേ സ്നേഹത്താൽ മാറോടു ചേർക്കുന്ന ദൈവം, മാറോടു ചേർക്കുന്ന ദൈവം. മനുജന്റെ നൊമ്പരം കാണുവാനാകാതെ മിഴിപൊട്ടിക്കരയുന്ന ദൈവം. മനുജന്റെ സഹനങ്ങൾ കാണവേ ഹൃദയത്തിൽ അലിവിൻ്റെ പുഴയൊഴുകും ദൈവം. കാൽവരിയേറുന്ന ദൈവം. മനുജന്റെ നൊമ്പരം കാണുവാനാകാതെ മിഴിപൊട്ടിക്കരയുന്ന ദൈവം. മനുജന്റെ സഹനങ്ങൾ കാണവേ ഹൃദയത്തിൽ അലിവിൻ്റെ പുഴയൊഴുകും ദൈവം. മനുജന്റെ നൊമ്പരം കാണുവാനാകാതെ മിഴിപൊട്ടിക്കരയുന്ന ദൈവം. മനുജന്റെ സഹനങ്ങൾ കാണവേ ഹൃദയത്തിൽ അലിവിൻ്റെ പുഴയൊഴുകും ദൈവം. ആകാശദീപമേ ആർദ്ര നക്ഷത്ര
നക്ഷത്രമേ അലറുക കരിയുമീ മണ്ണിൽ വരൂ ഒരു തരി വെട്ടം പകർന്നു പോകൂ ആകാശദീപമേ ആർദ്ര നക്ഷത്രമേ അലറുക കരിയുമീ മണ്ണിൽ വരൂ ഒരു തരി വെട്ടം പകർന്നു പോകൂ ആകാശദീപമേ കരളില്ലയോ കൺമണി എൻ ദുഃഖം അറിയില്ലയോ കണ്ണില്ലെങ്കിലും കരളില്ലയോ കൺമണി എൻ ദുഃഖം അറിയില്ലയോ അകലയാണെങ്കിലും ആത്മാവ് കൊണ്ടവൾ അലയുമെൻ ഗാനങ്ങൾ കേൾക്കില്ലയോ ആകാശദീപമേ ആർദ്ര നക്ഷത്രമേ അലറുക കരിയുമീ മണ്ണിൽ വരൂ ഒരു തരി വെട്ടം പകർന്നു പോകൂ ആകാശദീപമേ അന്ത്യഗാനം കേൾക്കാൻ നീ വരില്ലേ അതിനു പല്ലവി പാടുകില്ലേ അന്ത്യഗാനം കേൾക്കാൻ നീ വരില്ലേ അതിനു പല്ലവി പാടുകില്ലേ അവസാന വിരിക്കുവാനായി ആത്മാവിൻ പൂവിത നീ തരില്ലേ ആകാശദീപമേ ആർദ്ര നക്ഷത്രമേ അലറുകൾ കരിയുമീ മണ്ണിൽ വരൂ ഒരു തരി വെട്ടം പകർന്നു പോകൂ ആകാശദീപമേ ഒന്നും നാമീഹേ കൊണ്ടുവന്നില്ല ഒന്നും കൂടാതെ പോകും ഒന്നും നാമീഹേ കൊണ്ടുവന്നില്ല ഒന്നും കൂടാതെ പോകും സമ്പാദിച്ചത് പിന്നെ തള്ളണം നമ്പി കൂടല്ലോ ലോകം സമ്പാദിച്ചതു പിന്നെ തള്ളണം നമ്പി കൂടല്ലോ ലോകം ഒരിക്കലേവനും മരിക്കും നിർമ്മയം ഓരും എല്ലാവരും ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കും നില്ലയോ ലോകേ കർത്തനേശുവിൽ നിദ്ര കൊള്ളുന്നു വാഴ്ത്തപ്പെട്ടവർ മേലാ കർത്തനേ
മഹത്വഭാവോദം ലഭിക്കും. ഒരിക്കലേവനും മരിക്കും നിർണയം, ഓരും എല്ലാവരും മരിപ്പാൻ. ദരിദ്രൻ